ലവ് ജിഹാദ് പരാമർശത്തിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിനെതിരെ കേസെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. നിയമ ഉപദേശം തേടിയാകും തീരുമാനം കൈക്കൊള്ളുക. ഇക്കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശവും തേടുന്നതാണ്. പി.സി. ജോർജിനെതിരെ ഇതുവരെ 3 പരാതികളാണ് പോലീസിന് കിട്ടിയിട്ടുള്ളത്. തൊടുപുഴയിൽ നിന്നും പാലായിൽ നിന്നും പി.സി. ജോർജിനെതിരെ DGPക്ക് പരാതി ലഭിക്കുകയുണ്ടായി. കേരളത്തിൽ ലവ് ജിഹാദ് വർദ്ധിക്കുന്നുവെന്നായിരുന്നു പി.സി. ജോർജ് നടത്തിയ വിവാദ പ്രസ്താവന. മുസ്ലിം യൂത്ത് ലീഗ് ആയിരുന്നു അദ്ദേഹത്തിനെതിരെ പാലായിൽ പരാതി കൊടുത്തത്. നേരത്തെ പി.സി. ജോർജ് റിമാൻഡിലായ ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിനെതിരായ പരാതിക്കാരും മുസ്ലിം യൂത്ത് ലീഗ് തന്നെയാണ്. ഈ കേസിലെ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചെന്നും യൂത്ത് ലീഗ് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദാണ് ഇപ്പോൾ ജോർജിനെതിരെ തൊടുപുഴ പോലീസിന് പ്രധാനമായിട്ടും പരാതി നൽകിയിട്ടുള്ളത്. ലവ് ജിഹാദ് പരാമർശത്തിലൂടെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്ന ആരോപണമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ നിലനിൽക്കുന്നത്. പാലായിൽ ലഹരിവിരുദ്ധ പരിപാടിയിൽ പ്രസംഗിക്കവെയാണ് പി.സി. ജോർജ് തന്റെ പ്രസ്താവന നടത്തിയത്. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെടുകയുണ്ടായി. 41 പേരെ മാത്രമായിരുന്നു പ്രധാനമായിട്ടും തിരികെ കിട്ടിയിരുന്നത്. ക്രിസ്ത്യാനികൾ 24 വയസ്സിന് മുമ്പ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ ഇനി തയ്യാറാകണം. മാത്രമല്ല യാഥാർത്ഥ്യം മനസ്സിലാക്കി രക്ഷിതാക്കൾ പെരുമാറണമെന്നും പി.സി. ജോർജ് തന്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദമായ പരാമർശം. കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ യഥാർത്ഥത്തിൽ കേരളം മുഴുവൻ കത്തിക്കാനുള്ളതുണ്ട്. അതെവിടെ കത്തിക്കാനാണെന്നും കൃത്യമായി അറിയാം. എന്നാൽ അത് പറയുന്നില്ല. രാജ്യത്തിന്റെ പോക്ക് അപകടകരമായ നിലയിലാണെന്നും പി.സി. ജോർജ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400ഓളം പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 41 പേരെ മാത്രമായിരുന്നു ഇതിലൂടെ തിരിച്ചു കിട്ടിയത്. ഇന്നലെ ഒരു കൊച്ചും കൂടി പോയി. അതിന്റെ വയസ്സ് 25 ആണ്. ഇന്നലെ രാത്രി 9:30-ക്കായിരുന്നു അത് പോയിരുന്നത്. ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, 25 വയസ്സ് വരെ ആ പെൺകുട്ടിയെ പിടിച്ചു വെച്ച അപ്പനിട്ട് ശരിക്കും അടി കൊടുക്കണ്ടേ? എന്തുകൊണ്ടാണ് അതിനെ കെട്ടിച്ചു വിടാഞ്ഞേ? നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണിതെന്നും പി.സി. ജോർജ് കുറ്റപ്പെടുത്തി. ഒരു 22-23 വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ? ആ മര്യാദ കാണിക്കണ്ടേ? 25 വയസ്സായിരുന്നപ്പോൾ എനിക്ക് തോന്നിയല്ലോ പെൺകുട്ടികളെ കാണുമ്പോൾ സന്തോഷം. അപ്പോൾ ഒരു പെൺകൊച്ചിന് ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നില്ലേ? ഇത് റിയാലിറ്റിയാണ്. മനുഷ്യസഹജമായ ദൗർബല്യമാണ്. ഇതറിയാതെ പോയിട്ട് കാര്യമൊന്നുമില്ല. ഒരു 28-29 ആയാൽ വല്ല ശമ്പളം കിട്ടുന്നതാണെങ്കിൽ കെട്ടിക്കില്ല. ആ ശമ്പളം അങ്ങ് ഊറ്റിയെടുക്കാമല്ലോ. അതാണ് പ്രശ്നവും. ക്രിസ്ത്യാനികൾ നിർബന്ധമായും ഒരു 24 വയസ്സിനകം പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണമെന്ന് പി.സി. ജോർജ് പറഞ്ഞു. മതവിദ്വേഷ പരാമർശ കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പി.സി. ജോർജ് കോടതിയുടെ കർശന നിർദ്ദേശം നിലനിൽക്കെ വീണ്ടും ഇത്തരത്തിൽ വിവാദ പ്രസംഗം നടത്തിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ജനുവരി 6-ന് ഒരു ചാനൽ ചർച്ചയിൽ പി.സി. ജോർജ് നടത്തിയ പരാമർശത്തിനെതിരെ ഈരാറ്റുപേട്ട പോലീസ് കേസെടുക്കുകയുണ്ടായി. ഈ കേസിൽ റിമാൻഡിലാവുകയും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു. കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ അദ്ദേഹം കഴിയുകയായിരുന്നു. പിന്നാലെ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി പി.സിക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ആരോഗ്യ പ്രശ്നം കണക്കിലെടുത്തുകൊണ്ടായിരുന്നു ജാമ്യം പ്രധാനമായിട്ടും പരിഗണിച്ചിരുന്നത്. മതസ്പർദ്ധ വളർത്തൽ, കലാപ ആഹ്വാനം തുടങ്ങിയ വകുപ്പുകളാണ് കേസിൽ നിലനിൽക്കുന്നത്. അതേ വകുപ്പുകൾ വീണ്ടും വന്നാൽ പി.സി. ജോർജ് ജയിലിൽ പോകേണ്ടി വരുമെന്നതിലും സംശയമില്ല.